തുറച്ചു നോക്കുന്നേ? ഞാൻ ശ്യാമിലിയാ. ശ്യാമിലിയോ? നീ എന്താ ഇവിടെ? ഞാനും അച്ഛനും അമ്മയും മൂകാംബിക ക്ഷേത്ര ദർശനത്തിന് വന്നതാ. അവിടെ വെച്ച് വിദ്യാമ്മ എന്ന സ്ത്രീയാ പറഞ്ഞത് സന്ദീപേട്ടനും അമ്മയും ഇവിടുത്തെ ഗസ്റ്റ് ഹൗസിലാ താമസമെന്ന്. എങ്കിൽ ഇവിടെ വരെ വന്ന് ആന്റി ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. ഞങ്ങള് അമ്പലത്തിന്റെ കിഴക്ക് വശത്തുള്ള ഗസ്റ്റ് ഹൗസിലാ താമസം. അച്ഛനും അമ്മയും അങ്ങോട്ട് പോയി. ആന്റി ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇത്ര അത്യാവശ്യമായിട്ട് എന്നെ കാണാൻ തോന്നിയത് എന്തിനാ? ആന്റി അന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ സംസാരിച്ച് ക്ലിയർ ചെയ്യാനുണ്ടെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ അത് ഇതുപോലൊരു സ്ഥലത്ത് വെച്ച് ആവാന്ന് കരുതി. ദേ, എനിക്ക് നിന്നോടൊന്നും സംസാരിക്കാനുമില്ല, ക്ലിയർ ചെയ്യാനുമില്ല. അതെ, എനിക്ക് നിന്നെ കാണുന്നതേ ഇഷ്ടമല്ല. നീയും നിന്റെ കുടുംബവുമായിട്ടുള്ള എല്ലാ ബന്ധവും അന്നേ ഞാൻ അവസാനിപ്പിച്ചതാ. ഇനി ചുമ്മാ അതും ഇതും പറഞ്ഞ് എന്നെ കാണാനോ സംസാരിക്കാനോ വരണ്ട, കേട്ടല്ലോ? നീ നിന്റെ ജോലി നോക്കി പോവാൻ നോക്ക്. ക്ലിയർ ചെയ്യാൻ വന്നേക്കുന്നു. ആരാമേ? എന്താ ഒരു സംസാരം കേട്ടെ? എടാ, ആ ശ്യാമിലിയില്ലേ, അവളായിരുന്നു വന്നത്. ശ്യാമിലിയോ? ആ, അവളെന്താ ഇവിടെ? അച്ഛനും അമ്മയും അവളും കൂടി മൂകാംബിക ദേവിയെ തൊഴാൻ വന്നതാ. അപ്പൊ അവിടെ വെച്ച് ആ വിദ്യാമ്മ പറഞ്ഞുത്രേ നമ്മൾ ഇവിടെ ഉണ്ടെന്ന്. എടാ, നീ ശ്യാമിലിയുടെ കുടുംബവും നമ്മളും തമ്മിലുള്ള പ്രശ്നം വിദ്യാമ്മയോട് പറഞ്ഞു അല്ലേ? എടാ, നിനക്കതിന്റെ വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ വിദ്യാമ്മയോട് ആ കാര്യം ഒന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ആ, മതിയല്ലോ. എടാ, അവർക്കൊരു തരി കിട്ടിയാലേ പിന്നെ തീപ്പൊരി പോലെ അതങ്ങ് വളർത്തിക്കൊള്ളുമല്ലോ. അല്ല, മറ്റുള്ളവരുടെ മുന്നിൽ എന്നെ നാണം കെടുത്തണോന്ന് നിനക്ക് അത്ര വാശിയാണോ സന്ദീപേ? അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്നിട്ട് ശ്യാമിലോട് എന്ത് പറഞ്ഞു? എന്തു പറയാനാ? അവക്ക് എന്നോട് എന്തോ സംസാരിക്കാനുണ്ടെന്ന്. ഒന്നും കേക്കണ്ടെന്ന് പറഞ്ഞ് ഞാൻ അപ്പോഴേ ഓടിച്ചു വിട്ടു. എന്താ അമ്മേ, എന്തിനാ കുട്ടിയോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തിനാണെന്നോ? അതിന്റെ കാരണം നിനക്കറിയില്ലേ? അവളും അവളുടെ കുടുംബം എന്നെ എന്തുമാത്രം ഇൻസൾട്ട് ചെയ്തു നിനക്കും അറിയാവുന്നതല്ലേ? അമ്മേ, ദൈവദോഷം പറയരുത്. ശ്യാമിലിയും അവരുടെ ഫാമിലിയും അമ്മയോട് ഒരു തെറ്റും ചെയ്തിട്ടില്ല. പകരം അമ്മയാണ് അവരെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. ഓ, അത് ശരി. അപ്പൊ അത് എന്റെ കുറ്റമായി. എന്തായാലും വേണ്ടില്ല. ദേ, അവരുമായിട്ട് ഇനി ഒരു കോംപ്രമൈസിനും ഞാനില്ല. ഇനി മേലിൽ എന്നെ കാണണമെന്ന് പറഞ്ഞ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുക്കരുതെന്ന് നീ അവളെ വിളിച്ച് പറഞ്ഞേക്ക്. അതിന് ശ്യാമിലി തിരിച്ചു പോയോ? ആ, തിരിച്ചു പോയിട്ടുണ്ടാവും. അമ്പലത്തിനടുത്തുള്ള ദേവസ്വം വക ഗസ്റ്റ് ഹൗസിലാണത്രേ അവര് താമസിക്കുന്നത്. ഇവിടെ വന്നാലും എനിക്കൊരു മനസമാധാനം കിട്ടില്ലെന്ന് പറഞ്ഞ എന്താ ചെയ്യുക എന്റെ ഈശ്വരാ? ദേ സന്ദീപേ, ഒരു കാര്യം അവളോടും അവളുടെ വീട്ടുകാരോടും തറപ്പിച്ച് പറഞ്ഞേക്കണം. അവരുടെ കുടുംബവുമായിട്ടുള്ള ബന്ധം നമ്മൾ വേണ്ടെന്ന് വെച്ചതാ. ഇനി അതിന്റെ പേരിൽ ഒരു ഒത്തുതീർപ്പ് ചർച്ചയ്ക്കും ഞാൻ വഴങ്ങില്ല. ഉള്ളത് പറഞ്ഞ അവളെ എന്റെ കണ്ണിന് നേരെ കാണുന്നത് പോലും എനിക്കിപ്പോ ഇഷ്ടമല്ല. അതുകൊണ്ട് ഇനി ഇങ്ങനെയുള്ള അന്വേഷണ വരവും സുഖ അന്വേഷണമൊന്നും വേണ്ടെന്ന് അവരെ വിളിച്ച് അറിയിച്ചേക്ക്. അമ്മ ഇങ്ങനെയൊക്കെ തുടങ്ങിയാ ഞാൻ എന്താ ചെയ്യാൻ മുത്തശ്ശി? ആ കുട്ടി ഇന്നും അമ്മ അപമാനിച്ചു വിട്ടിട്ടുണ്ടാവും. അതിപ്പോ അവർക്കൊരു പുതിയ അനുഭവമല്ലല്ലോ. എന്തായാലും ശ്രീകല ഇത്രയും ദേഷ്യത്തിൽ നിൽക്കുമ്പോ അവര് തമ്മിൽ ഇനി ഒരു കൂടിക്കാഴ്ച ഉണ്ടാവാതിരിക്കുന്നതാ നല്ലത്. ദേ, നീ തരം പോലെ അവരോടൊന്ന് സംസാരിച്ചേക്ക്. ഹലോ ശ്രീകലെ, എന്തായി? ദേവുട്ടി വന്നോ? എന്റെ തമ്പിയേട്ടാ, നിങ്ങളും ഇപ്പൊ എന്നോട് കള്ളം പറയാനും കബളിപ്പിക്കാനും ഒക്കെ തുടങ്ങിയോ? എന്തു പറ്റി തനിക്ക്? എന്താ താൻ ഇങ്ങനെയൊക്കെ? എന്താ ഉണ്ടായെന്ന് പറ. ദേവുട്ടി വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെയൊന്നും അല്ലേ സംഭവിച്ചത്? ഇവിടെ ദേവൂട്ടിയൊന്നും വന്നില്ല. അതിന് പകരം വന്നത് ആ ശ്യാമിലിയ, ആ രാജീവിന്റെ മോള്. അവൾ എന്നോട് സംസാരിക്കണമെന്നും പറഞ്ഞ് എന്തൊക്കെയോ വേണ്ടാത്ത ന്യായങ്ങൾ പറയുന്നുണ്ടായിരുന്നു. ശ്യാമിലിയോ? അതെങ്ങനെ ശരിയാവും? അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ആ, എങ്കിൽ അങ്ങനെ തന്നെയാ വന്നത്. സംശയം ഉണ്ടെങ്കിലേ നിങ്ങൾ അമ്പലത്തിനടുത്തുള്ള ആ ദേവസ്വം ഗസ്റ്റ് ഹൗസിൽ ഒന്ന് വിളിച്ചു നോക്ക്.
അവളും അവളുടെ അച്ഛനും അമ്മയും ഒക്കെ ഉണ്ട്. അല്ലാതെ ഇവിടെ ദേവൂട്ടി വന്ന് കാല് പിടിച്ച് മാപ്പ് പറയുകയോ സന്ദീപിനെ മറക്കാന്ന് വാക്ക് തരികയോ ഒന്നും ചെയ്തിട്ടില്ല. എന്തായാലും തമ്പിയേട്ടനെ വിശ്വസിച്ച ഞാൻ അബദ്ധത്തിൽ ചാടിയെന്ന് പറഞ്ഞാ മതിയല്ലോ. ഏയ് അങ്ങനെയൊന്നും സംഭവിക്കില്ല ശ്രീകളെ. ഇനി ദേവുട്ടി വന്നപ്പോ നിനക്ക് ശ്യാമലിയായിട്ട് തോന്നിയതാവോ? ദേ തമ്പിയേട്ട, നിങ്ങളെന്താ എന്റെ തലയ്ക്ക് സ്ഥിരബുദ്ധി ഇല്ലെന്നാണോ പറഞ്ഞു വരുന്നത്? ശ്യാമിലിയാണെങ്കിലും ദേവൂട്ടിയാണെങ്കിലും എനിക്ക് കണ്ട തിരിച്ചറിയാൻ പറ്റും. അവള് നാടൻ വേഷത്തിൽ വന്നപ്പോ ഞാൻ ദേവൂട്ടിയാണെന്ന് വിചാരിച്ച് സന്തോഷിച്ചതായിരുന്നു. പക്ഷേ പിന്നീടല്ലേ അവള് വാ തുറന്ന് സംസാരിച്ചത്. എന്താ തമ്പിയേട്ടനെ ഞാൻ പറഞ്ഞത് വിശ്വാസമായില്ലേ? അല്ല, എങ്കിലേ മൂകാംബിക ക്ഷേത്രത്തിനടുത്തുള്ള ദേവസ്വം വക ഗസ്റ്റ് ഹൗസിൽ ഒന്ന് അന്വേഷിച്ചു നോക്ക്. വന്നത് ദേവൂട്ടിയാണോ അതോ ആ രാജീവിന്റെ മകള് ശ്യാമിലിയാണോ എന്ന് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി.